ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം 11ാമത്തെ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡെയിലി ഷോർട്ട് റിവ്യൂ ഇടാത്തതിന്റെ കാര്യം ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് വെറുതെ അറിയാതെ കുറെ സംഭവങ്ങൾ പറയണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പം നിലവിൽ ഇതുവരെ നടന്നതിൽ വെച്ച് നല്ലൊരു ടഫ് ഫിസിക്കൽ ടാസ്ക് തന്നെയാണ്. എല്ലാ ടാസ്കുകളും കൊളവാക്കിയ സീസൺ 8ലെ കണ്ടസ്റ്റന്റ് ഒരു പരിധി വരെയൊക്കെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് കാണുന്നുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്. ടാസ്കിനെ ടാസ്കായി കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ടാസ്ക് സീസൺ 8ലെ കണ്ടസ്റ്റൻസ് മികച്ച രീതിയിൽ ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ടാസ്കിനെ ടാസ്കായി കണ്ടുകൊണ്ട് നല്ല ടഫായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺവെയർ ടാസ്ക് എന്ന ഈ വീക്കിലി ടാസ്കിൽ, അതായത് കൺവെയർ ബെൽറ്റ് വഴി നമ്മുടെ ഇഷ്ടിക വരുമ്പോൾ ആ ഇഷ്ടിക എടുത്ത് വെച്ചുകൊണ്ട് അടുക്കി അടുക്കി വെച്ച് കെട്ടാക്കി വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിൽ ഏറ്റവും കൂടുതൽ ബസറിനുള്ളിൽ ബിഗ് ബോസ് പറയുന്ന സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവർ ഏറ്റവും കുറവ് കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നവർ പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ അരുണ, വിശാല, സൗന്ദര്യ എന്ന ടീം ആദ്യം പോയി. അതുപോലെ തന്നെ നമ്മുടെ അൻഷിത, പവിത്ര, ജെഫ്രി ടീം, പിങ്ക് ടീം നിലവിൽ ഉണ്ട്. നമ്മുടെ മുത്തു, മഞ്ചരി, ദീപക് ബ്ലൂ ടീം ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ലിൻ, രഞ്ജിത്ത്, അതുപോലെ തന്നെ റയാൻ യെല്ലോ ടീം അവരും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മികച്ച ഗെയിം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ രണ്ട് ടീമും കൂടി ചേർന്നുള്ള കളികളായിരുന്നു. പക്ഷെ വിശാൽ, അരുൺ, സൗന്ദര്യ ടീമുകൾ പുറത്തേക്ക് പോയതോടുകൂടി നമ്മുടെ അൻഷിത, പവിത്ര എന്നിവരുടെ ടീമിന്റെ പിങ്ക് ടീമിന്റെ സപ്പോർട്ട് ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവരെ രണ്ട് ടീമും കൂടി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വിശ്വസിക്കുക പോലും ചെയ്യാത്ത രീതിയിലാണ് അൻഷിതയും പവിത്രയും മികച്ച രീതിയിലുള്ള ഗെയിം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ടാസ്കിൽ ഇവര് നമുക്ക് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും തരാം. ആര് ജയിക്കുവോ ജയിക്കാതിരിക്കുവോ എന്നുള്ളതല്ല കാര്യം. ഇവർ ജയിക്കില്ല എന്നുള്ള കാര്യം ഇവർക്കും നന്നായിട്ട് തന്നെ അറിയാം. കാരണം മറ്റു രണ്ട് ടീമുകൾ കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ തോൽക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാൽ പോലും വിട്ടുകൊടുക്കാതെ ടഫ് ഫൈറ്റ് രണ്ട് ടീമുകൾക്കും 6 പേർക്കെതിരെ ഇവർ രണ്ടുപേര് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജെഫ്രിയും കൂടെ കൂട്ടി 3 പേരാണ് നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ജെഫ്രിയെ 2-3 പേരൊക്കെ കൂടി ചേർന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അൻഷിത, പവിത്ര എന്നിവരെ ആൾക്കാർ കൂടി ചേർന്ന് ബ്ലോക്ക് ചെയ്യുന്നു. കണ്ടമാനം ഫൈറ്റ് ചെയ്ത് നോക്കുന്നു. അവർ വിട്ടുകൊടുക്കാതെ ഈ ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബിഗ് ബോസ് അടുത്തൊരു ടിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നു, കോട്ട കെട്ടിയാൽ മാത്രം പോരാ, അതിനുള്ളിൽ നമ്മുടെ മുയലിനെ ഒളിപ്പിച്ചുകൂടെ വെക്കണം. ഏറ്റവും കൂടുതൽ മുയലിനെ ഒളിപ്പിക്കുക, ഏറ്റവും കൂടുതൽ കുറവുള്ളവരായിരിക്കും ആ ഒരു ടാസ്കിൽ നിന്ന് ഓരോ ബസർ അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും വിന്നറിനെ വരുന്നത്. അതായത് നമ്മുടെ മലയാളത്തിലൊക്കെ റാബിറ്റ് ടാസ്ക് ഒക്കെ വന്നിരുന്നു. നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ റാബിറ്റിനെ കൊണ്ടുപോയി വെക്കുക, കോട്ട പൊളിച്ച് റാബിറ്റിനെ എടുക്കുക, ഏറ്റവും കുറവുള്ളവർ അല്ലെ കൂടുതലുള്ളവർ മുന്നോട്ടുള്ള ടാസ്കുകളിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ സീസൺ 6ലും അങ്ങനെ ഒരു ടാസ്ക് വന്നിരുന്നു. അപ്പൊ അതിന്റെയും കൺവെയർ ബെൽറ്റിന്റെ ഇഷ്ടിക ടാസ്കും അതുപോലെ തന്നെ റാബിറ്റ് ടാസ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഇപ്പോൾ സീസൺ 8 തമിഴിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അൻഷിത, അതുപോലെ തന്നെ പവിത്ര മികച്ച, അതായത് സൂപ്പർ ഗെയിം എന്ന് തന്നെ പറയാം. അവർ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും വിട്ടുകൊടുക്കാതെ ടഫ് ഫൈറ്റാണ് രണ്ട് ടീമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ഒരു റിവ്യൂ പോലും ഈ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് ഇടുന്നതും. അപ്പം ഇതിന്റെ അപ്ഡേറ്റും ആരാണ് ജയിച്ചതെന്നും, ഈ ഒരു ഗെയിമിൽ ജയിക്കുന്ന ഒരാൾക്ക്, ആ ഒരു ടീമിലെ ഒരാൾക്കായിരിക്കും നോമിനേഷൻ ഫ്രീ പാസ് കിട്ടാൻ പോകുന്ന അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്താണെന്നുണ്ടെങ്കിലും വീട്ടുകാർ, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളവരെ മൊത്തം ഫിസിക്കൽ ടാസ്കിൽ ഇഞ്ചുറി ആയിട്ടാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള ഇഞ്ചുറികളും അതുപോലെ തന്നെ അവർക്ക് പരിക്കുകളും കാര്യങ്ങളും എല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നല്ല രീതിയിൽ ഗെയിമിനെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് 11 ആഴ്ചകളെത്തി സീസൺ 8ലെ കണ്ടസ്റ്റന്റ് മികച്ചൊരു ഗെയിം നടത്താൻ വേണ്ടിയിട്ട് ശരിക്കും അലറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗെയിം പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇഞ്ചുറികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റാണവ് ഓൾറെഡി ഇഞ്ചുറി പറ്റി പുറത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടി പല ആൾക്കാർക്കും കൈക്കും കാലിനും എല്ലാം പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ഈ ഒരു ഗെയിമിൽ അൻഷിതയും പവിത്രയുമാണ് രണ്ട് ലേഡീസ് അവിടെ നിന്ന് പോരാടുന്നത്. കൂടത്തിൽ നമ്മുടെ ജെഫ്രി ഉണ്ട്. 2 ടീമുകൾക്കെതിരെ ഇവർ 2 പേരും നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്താണെങ്കിലും ഒരു റാബിറ്റ് അവരുടെ കയ്യിലുണ്ട്. 2 ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം നിലവിലുള്ള ഒരെണ്ണം കൊണ്ടുപോയി. ഇനി അതുകൂടെ എടുക്കണം ബാക്കിയുള്ള ടീമുകൾ ഇവരെ ഒന്ന് ടീം ഔട്ടാക്കാൻ വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട് എന്തായാലും അവർ നല്ല പരിശ്രമം തന്നെ നടത്തുന്നുണ്ട്. അതിനിടയിൽ ചെറിയ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും അടിയും പിടിയും പാർട്ട് ഓഫ് ദ ഗെയിം നടക്കുന്നുണ്ട്. രണ്ട് ടീമിന്റെ സൈഡിലും തെറ്റുകുറ്റങ്ങളുണ്ട്. ഒരു ടീമിന്റെ സൈഡിൽ മാത്രമല്ല, രണ്ട് ടീമിന്റെ സൈഡിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫിസിക്കൽ ഗെയിമാണ്. ഫിസിക്കൽ ടാസ്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വരും. എന്തായാലും ഈ ഒരു ആഴ്ച അവസാനിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ പവിത്രയും അതുപോലെ തന്നെ മലയാളി കൂടിയായിട്ടുള്ള അൻഷിതയും ഈ ഒരു സീസണിലുണ്ട്. അപ്പം ബിഗ് ബോസ് തമിഴ് സീസൺ കാണുന്നവരൊക്കെ, മലയാളികളായിട്ടുള്ളവരൊക്കെ വോട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. മലയാളിയായ അൻഷിതയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. കാരണം അൻഷിതയൊക്കെ ഡേഞ്ചറസ് സോണിലാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത്. ഏറ്റവും അടിയിലൊക്കെയാണ് ഈ ഒരു വോട്ടിങ്ങിൽ കാണുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വോട്ട് ചെയ്യാനുള്ളവർ വോട്ട് ചെയ്ത് കൊള്ളുക. ഡേഞ്ചറസ് സോണിലാണ്. ഇനി 2 ദിവസം കൂടി, ഇന്നോട് കൂടി നാളെയും കൂടി ഉള്ളു വോട്ടിംഗ്. അല്ലെങ്കിൽ ഈ ഒരാഴ്ചയോടുകൂടി അൻഷിതയൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവിടെ ഒത്തിരി ആൾക്കാർ ഒന്നും ചെയ്യാതെ PR ടീമിന്റെ പരിഗണനയിൽ, അല്ല PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗെയിം ചെയ്യുന്നവർ ഈ ഒരു എന്താ പറയുന്ന സീസണിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകർ അതിനെ മുൻകൂട്ടി കണ്ട് അതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വോട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ